السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. السلام ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر طريق. ونحن اليوم في الدور الأول من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി അഥവാ ദുറൂസുൽ ലുഗത്തുൽ അറബിയയുടെ 1ാം സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ വെബിനാർ ക്ലാസ് നടത്തുന്നു. അതോടൊപ്പം വാട്സപ്പിലും നിങ്ങൾ അതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ തരുന്നുണ്ട്. റിവിഷൻ പല പ്രാവശ്യം നടത്തി. എങ്ങനെയുണ്ട്? ഇപ്പോ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ? നേരത്തെ സ്മൂത്ത് അല്ല എന്ന് നേരത്തെ സ്മൂത്ത് അല്ല എന്ന് തോന്നിയ ആർക്കെങ്കിലും ഇപ്പോ സ്മൂത്ത് ആയിട്ട് തോന്നുന്നുണ്ടോ? ബെറ്റർ ദാൻ ബിഫോർ? മുമ്പത്തേക്കാളും നന്നായിട്ട് തോന്നുന്നുണ്ടോ? യെസ് നാസർ. യെസ്. ഓക്കെ, കുറച്ച് റിവിഷൻ കൂടി ഇനി വരാനുണ്ട്. അതുകൂടി കണ്ടിന്യൂ ചെയ്യാം. നമ്മളൊരു ക്ലാസ് മുടക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് അടുത്ത ഘട്ടം എടുക്കാൻ തുടങ്ങുന്നത്. പഴയതൊക്കെ റിവൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എളുപ്പമാണെന്ന് തോന്നിയോ? നേരത്തെ അറബി പ്രയാസമാണ് ആയിരിക്കാം എന്ന് തോന്നിയ ആർക്കെങ്കിലും അറബി എളുപ്പമാണെന്ന് തോന്നിയിട്ടില്ല? ആർക്കും തോന്നില്ല. നേരത്തെ അറബി പ്രയാസമാണെന്ന് ആർക്കും തോന്നിയില്ല, ഇപ്പോഴും പ്രയാസമാണെന്ന് തോന്നില്ല. അങ്ങനെയാണോ? അല്ല, കുറച്ചൊക്കെ അറിയാമായിരുന്നു. ഇപ്പൊ ഒന്നുകൂടി മനസ്സിലായി. അറബി പ്രയാസമായിരിക്കുമോ എന്ന് ആർക്കും തോന്നിയില്ല? ഇല്ല, അത് ഖുർആനൊക്കെ അറിയാവുന്ന കാരണം. ഖുർആൻ അറിയുന്ന കാരണം അറബി എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ വ്യത്യാസമുണ്ട്. നേരത്തെ വിചാരിച്ചതിനേക്കാളും എളുപ്പമാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ വിതിൻ ദ വീക്ക് പല പ്രാവശ്യം പാഠത്തിലേക്ക് മടങ്ങണം. അതായത് നമ്മൾ ഒറ്റയടിക്ക് ഓക്കെ എനിക്ക് സൺഡേ വീക്കെൻഡ് അവധി കിട്ടും, എനിക്ക് എല്ലാം റിവൈസ് ചെയ്ത് കളയാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. പഠനത്തിന് എന്താ നോക്കിയാൽ, നിലപാട് വെച്ച് നോക്കിയാൽ ശരിയല്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈൻഡ് അതിലേക്ക് പോകണം, എന്നാലേ നമ്മുടെ എക്സ്റ്റേണൽ മെമ്മറിയിൽ സാധനം നിൽക്കുള്ളൂ. ഇപ്പൊ കമ്പ്യൂട്ടർ, ഈയിടെ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ കൊണ്ട് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം, ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ റിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉപയോഗിക്കാത്ത കമ്പ്യൂട്ടർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനെന്ത് തകരാറ് പറ്റുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ മെമ്മറിയും ഉപയോഗിക്കാതിരിക്കുമ്പോൾ തകരാറ് പറ്റും. ആഴ്ച ഒരു മണിക്കൂറുള്ള അല്ലെങ്കിൽ ഒരു ദിവസം എല്ലാം റിവൈസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അതേസമയം കുറച്ചാണെങ്കിലും കുറേശ്ശെ ആണെങ്കിലും അതെന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഒരു പാഠത്തിന്റെ കുറച്ച് ഭാഗം പഠിച്ചു, അടുത്ത പ്രാവശ്യം നമുക്ക് അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നതെങ്കിൽ വീഡിയോയുടെ ടൈം നോട്ട് ചെയ്യാം. ഞാൻ 15 മിനിറ്റ് വരെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവിടെ എഴുതിയിരിക്കുക. ബാക്കി 15ാമത്തെ മിനിറ്റ് മുതൽ ബാക്കി അങ്ങോട്ട് നോക്കിയാൽ മതി. അങ്ങനെ കുറേശ്ശെ എല്ലാ ദിവസവും ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹ് എന്തിനാണ് 5 വഖത്ത് നമസ്കാരം പറഞ്ഞിരിക്കുന്നത്? എല്ലാം കൂടെ ഒരു വഖത്ത് നിസ്കരിച്ചാൽ പോരെ? 20 മിനിറ്റ്, അരമണിക്കൂർ നിസ്കരിച്ചാൽ പോരെ? പറ്റൂല. അപ്പൊ ലോഹർ വേറെ, സുബൈ വേറെ, ലോഹർ വേറെ, ഇങ്ങനെ വേറെ സമയങ്ങളിലാണ് കിതാബൻ മൗഖൂത, ഫിക്സഡ് ടൈമിൽ നിർവഹിക്കുന്നത്. അപ്പൊ അതാത് സമയങ്ങളിൽ അള്ളയെ ഓർമ്മിച്ചെങ്കിൽ മാത്രമേ അള്ളയെ എല്ലാ സമയത്തും ഓർമ്മിക്കൂ. അല്ലാതെ എല്ലാം കൂടെ വൈകുന്നേരം ഏഷായ്ക്ക് വന്നിട്ട് രാത്രി കിടക്കാൻ നേരത്തെ എല്ലാം കൂടെ ചെയ്താൽ അതുകൊണ്ട് ഇതല്ല. അതേപോലെയാണ് മെമ്മറി വർക്ക് ചെയ്യുന്നത്. മെമ്മറി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് പാഠത്തിലേക്ക് മടങ്ങണം. അപ്പോഴാണ് നമ്മുടെ ബാഹ്യമായ മെമ്മറിയിൽ നിലനിൽക്കുക. അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറിയിൽ ഉണ്ടാകും, പക്ഷെ ഇന്റേണൽ മെമ്മറിയിൽ ഉണ്ടാകും, പക്ഷെ എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് വന്നുകൊള്ളണം എന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ 6ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്.
ഇനി അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതുവരെയുള്ള പാഠങ്ങൾ എന്ത് ചെയ്യണം? എളുപ്പമായിരുന്നെങ്കിൽ പോലും അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അതിൽ കുറെ പദങ്ങളുണ്ട്. ആ പദങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ആവശ്യമാണ്. റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ ഹാദാ കിതാബ് എന്ന് പറയുന്നതോടെ ഒന്നാമത്തെ പാഠം തീർന്നു. അപ്പൊ അത് അടുത്ത പാഠത്തിൽ എന്താ പോയിന്റ് എന്ന് പറയുന്നതോടെ ആ പാഠം തീർന്നു. പക്ഷെ ആ പാഠത്തിൽ പഠിച്ച വൊക്കാബുലറി നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ വൊക്കാബുലറി, അത് പഠിക്കണമെങ്കിൽ റിവൈസ് ചെയ്തേ പറ്റൂ. അപ്പൊ ഇനി വൊക്കാബുലറി കുറഞ്ഞു വരും. ആദ്യം 10ഉം 15ഉം വാക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇനി അത് പുതിയ വാക്കുകൾ കുറവായിരിക്കും. അപ്പോ 6ാമത്തെ പാഠം, പേജ് നമ്പർ 34, 34 4 وثلاثين الدرس السادس. الدرس നമ്മുടെ ഇതില് السادس. 33 ആണ് വരുന്നത്. നിങ്ങൾ Page 33 ആണ്? 33 ആണ്. അതെ 33 ആണ് പേജ്. 33. ഓക്കെ, 33. ശരി, 33 ആണ്. ഞാൻ PDF എടുത്തപ്പോൾ 34ലേക്ക് പോയതാണ്. പേജ് നമ്പർ 33 ആണ്. പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 33. അദ്ദർസു സാദിസ്. അപ്പോ നമ്മള് അദ്ദർസുൽ അവൽ, അദ്ദർസു സാനി, അദ്ദർസുൽ സാലിസ്, അദ്ദർസുൽ റാബി, അദ്ദർസുൽ ഖാമിസ്, അദ്ദർസു സാദിസ് ഇതുവരെ കൺഫേം ആകാം. ഇത് പാഠത്തിന്റെ ഭാഗമല്ല, പക്ഷേ ഇത് ബോണസ് ആയിട്ടൊന്നും കിട്ടുക. കാരണം അദ്ദർസുൽ അവൽ ഒരു ഹെഡിങ് വായിക്കുന്നുണ്ടോ? ഒരു പാഠം പഠിക്കുമ്പോൾ ഒരു സംഗതി ഒരെണ്ണം പഠിക്കുക, അടുത്ത പാഠം പഠിക്കുമ്പോൾ അടുത്ത പാഠം പഠിക്കുക. അപ്പൊ ലിറ്റിൽ ബൈ ലിറ്റിൽ, ശുവൈശ്വ എന്ന് പറയും ആളുകൾ എപ്പോഴും പറയും, ശുവൈശ്വ കുറച്ച് പഠിക്കുക. ഷെയ്അൻ ഫഷെയ്അൻ എന്നാണ് എവിടെ പഠിക്കുന്നത്. ഹാദിഹി എന്ന വാക്കാണ്, ഹാദിഹി. അപ്പൊ നമ്മൾ നേരത്തെ ഹാദാ വലതുൻ എന്ന് പറഞ്ഞു, ഹാദാ കിതാബുൻ എന്ന് പറഞ്ഞു, ഹാദാ മക്തബുൻ എന്ന് പറഞ്ഞു. അതെല്ലാം എന്താണ്? മസ്കുലിനാണ്. ഇവിടെ ഫെമിനിൻ നൗണിനോടൊപ്പം എന്തുപയോഗിക്കും? ചൂണ്ടി പറയാൻ വേണ്ടി ഏതാണ് ഇവിടെ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ നമ്മൾ യഥാർത്ഥ ഒറിജിനൽ നിങ്ങളുടെ അറബി നമ്മൾ തന്നിരിക്കുന്ന പുസ്തകത്തിൽ നീട്ടുപത്രം കാണില്ല. ഇതാണ് ഒറിജിനൽ അറബി പ്രിന്റിങ് വരുന്നത്. ഇതിൽ നീട്ടുപത്ത് കാണില്ല. ഇവിടെ നീട്ടുപത്ത് ഇട്ടില്ല. ഒരു സാധാരണ സിംഗിൾ ഫത്തഹ ഉണ്ടാവുള്ളൂ, സാധാ ഫത്തഹ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ നീട്ടി വായിക്കണം. അത് ഹാദായും ഹാദിഹിയും ഒക്കെ എഴുതുമ്പോൾ എഴുത്തിൽ അലിഫില്ല, വായനയിൽ ദീർഘമുണ്ട്. ഹാദ ഹാദിഹിയൊക്കെ എഴുതുന്നു. അതൊന്ന്. രണ്ടാമത് ഈ പാഠത്തില് പഠിക്കുന്ന സംഗതി ഒരു നൗണിനെ എങ്ങനെ ഫെമിനിൻ ആക്കാം എന്നതാണ്. ചില നൗണുകൾ ഒരു ആശയത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. ആ ആശയത്തെ സൂചിപ്പിക്കുന്ന നൗണാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? ഫെമിനിൻ വേർഡാക്കി മാറ്റാം. അപ്പൊ അതിന് നമ്മൾ മുമ്പ് പറഞ്ഞു, ഫാത്തിമത്തുൻ എന്ന് പറഞ്ഞപ്പോൾ ക്ലോസ്ഡ് താ കണ്ടപ്പോൾ അത് ഫെമിനിൻ നൗണാണ് എന്ന് പറഞ്ഞു. അതേപോലെ മുസ്ലിമുൻ എന്ന് പറഞ്ഞത് മസ്കുലിൻ നൗണാണ്. അതെന്താണ്? ഒരു ഐഡിയ, ഒരു ആശയത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അപ്പൊ അങ്ങനെയുള്ള പദത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസ്കുലിൻ നൗണിനെ ഫെമിനിൻ ആക്കാൻ പറ്റും. അപ്പോൾ എന്തായി? അത് മുസ്ലിമുൻ എന്നതിനെ മുസ്ലിമത്തുൻ, കെട്ടുള്ളതാ ചേർക്കുക. അവസാനത്തിന് പത്ത് കൊടുത്തിട്ട് കെട്ടുള്ളതായ മുസ്ലിമുൻ എന്ന് പറയുന്നതിന് മുസ്ലിം മീമിന്റെ അവസാനം 10 കൊടുക്കുക, എന്നിട്ട് കെട്ടുള്ളതായ, എന്നിട്ട് അതിനുള്ള തന്മീൻ കൊടുക്കുക. മുസ്ലിമുൻ എന്നത് മുസ്ലിമത്തുൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? മുസ്ലിം സ്ത്രീ എന്നായി. അപ്പൊ അതെന്താണ്? ഒരു കോമൺ പ്രിൻസിപ്പിൾ ആണ് ടു മേക്ക് ദ മസ്കുലിൻ നൗൺ ടു ഫെമിനിൻ നൗൺ ആക്കാനുള്ള ഒരു കോമൺ പ്രിൻസിപ്പിൾ ആണ്. അത് എല്ലാ സ്ഥലത്തും പഠിച്ചു കൊള്ളണം എന്നില്ല. പക്ഷെ സാധാരണഗതിയിൽ ഒരു ആശയത്തെ സൂചിപ്പിക്കുന്ന പദമാണെങ്കിൽ അതിനെ ഫെമിനിൻ ആക്കാം. അതേസമയം വലതുനല്ല, മറിച്ച് എന്താണ്? ബിന്തുനാണ്. ആഹുൻ എന്നത് അതിന്റെ സ്ത്രീലിംഗം ഒഹ്തുനാണ്, വലതുൻ ആൺകുട്ടി, ബിന്തുനാണ് പെൺകുട്ടി. അതേപോലെ അഹുൻ സഹോദരൻ, ഉഹ്തുനാണ് സഹോദരി. അപ്പൊ ബിന്തിൽ ഓപ്പൺ തായാണ്, ഉഹ്തിൽ ഓപ്പൺ തായാണ്. ഇതിലേക്ക് വരും നമ്മൾ. ബിന്തു ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബിന്തിൽ എന്നത് ഓപ്പൺ തായാണ്, അത് ക്ലോസ്ഡ് തായല്ല. പക്ഷെ അത് ഫെമിനിൻ ആയിട്ടുള്ള നൗൺ ആണത്. അത് ഓപ്പൺ തായാണ് ബിന്തിൽ എന്ന് എഴുതുമ്പോൾ. അതേപോലെ ഉഹ്തുൻ എന്ന് എഴുതുന്നിടത്ത് ഫെമിനിൻ ആണെങ്കിൽ പോലും അതെന്താണ്? അത് ക്ലോസ്ഡ് തായല്ല, മറിച്ച് എന്താണ്? ഓപ്പൺ തായാണ് ഉഹ്തുൻ. അത് ആ നൗണിനോടൊപ്പമുള്ള തായാണ്.
പിന്നീട് പറയാൻ പോകുന്ന നമ്മൾ പാഠം റിവൈസ് ചെയ്യുമ്പോൾ എഴുതി വെക്കേണ്ട നോട്ടാണ്. പാഠം റിവൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പെൻ ഡൗൺ ആണ്. എപ്പോഴും പെൻ എടുക്കാൻ പറയുമ്പോഴേ എഴുതെടുക്കാം. ഇപ്പൊ ആരും എന്ത് ചെയ്ത് പെൻ എടുക്കരുത്. ഇനി മുതൽ എല്ലാ പാഠത്തിലും നമ്മൾ എന്ത് ചെയ്യും, പാഠത്തിന്റെ സമ്മറി പറഞ്ഞാലും ആ സമ്മറി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യണം. അപ്പൊ ഇതിൽ പറയുന്ന ഒന്ന്, ഹാദാക്ക് പകരം ഫെമിനിന് ഹാദിഹി ഉപയോഗിക്കും. 2, മസ്കുലിൻ നൗണിനെ ഫെമിനിൻ ആക്കാവുന്ന സന്ദർഭത്തിൽ കെട്ടുള്ള തായർത്താൽ അങ്ങനെ ആക്കാം. അതിന് അതൊന്ന് 2. മൂന്നാമത്തെ സംഗതി, പൊസസീവ്നെസ് അല്ലെങ്കിൽ ബിലോങ്ങിങ്സ് ഉപയോഗിക്കാൻ വേണ്ടി ലീ പറയും. ഉടമസ്ഥത പറയാൻ വേണ്ടി ലീ പറയും. ലിമൻ ഹാദ എന്ന് ചോദിച്ചാൽ ഇത് ആരുടേതാണ്, ഹൂസ് ഈസ് ദിസ് വൺ, ഇത് ആരുടേതാണ്. നമ്മൾ അപ്പോസ്ട്രഫി ഒക്കെ ഉപയോഗിക്കുന്നിടത്ത് എന്ത് ചെയ്യാൻ പറ്റും, ലീ ഉപയോഗിക്കാൻ പറ്റും. അൽഹംദു ലില്ല, അപ്പൊ എന്തായി, അള്ളാഹ്ക്കാണ് ബിലോങ്ങിങ്സ് ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ പൊസസീവ്നെസ് ഉപയോഗിക്കുന്നതിന് എന്ത് ചെയ്യാം, പറയുന്നതിന് എന്ത് ചെയ്യാം, ലീ ഉപയോഗിച്ച് പറയാം. ലിമൻ എന്ന് ചോദിക്കാം. ഇപ്പോ ഹാദൽ കിതാബു ലി ഹാമിദിൻ, ഈ പുസ്തകം ഹാമിദിന്റേതാണ്. അപ്പോ ലി ഹാമിദിൻ, ഹാദൽ കിതാബു ലി ഹാമിദിൻ. അപ്പൊ ലീ പറയുന്നത് ഇക്കയിന് വേണ്ടി എന്ന അർത്ഥത്തില് ലീ വരുമ്പോൾ എന്താണ്, ബിലോങ്ങിങ്സിനെ സൂചിപ്പിക്കും. മറ്റൊരു വാക്ക് ഐലൻ, ഓൾസോ എന്ന വാക്ക് പ്രയോഗത്തിൽ പ്രയോഗിച്ച് പഠിക്കുക. ഐലൻ എന്നാണ് അതിന്റെ വാക്ക്, ഐലൻ. അത് വരും അങ്ങോട്ട്. പിന്നെ ജിദ്ദൻ, വെരി, വെരി എന്ന അർത്ഥത്തിൽ, ധാരാളം എന്ന അർത്ഥത്തിൽ ജിദ്ദൻ വരും. അപ്പോ 5 കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. 1, ഹാദാക്ക് പകരമുള്ള ഫെമിനിൻ നാമം, ഫെമിനിൻ പദം ഹാദിഹി എന്നതാണ്. 2, മസ്കുലിനായിട്ടുള്ള നൗണുകളെ പൊതുവിൽ ഫെമിനിൻ ആക്കേണ്ട സന്ദർഭത്തിൽ കെട്ടുള്ള ഉപയോഗിക്കും. 3, ഉടമസ്ഥത സൂചിപ്പിക്കാൻ വേണ്ടി ലീ വരും. 4, ഐലൻ എന്ന പ്രയോഗം, ഓൾസോ എന്ന അർത്ഥത്തിൽ ഐലൻ എന്നതിന്റെ പ്രയോഗം. 5, ജിദ്ദൻ. ജിദ്ദൻ, വെരി എന്ന അർത്ഥത്തിൽ ജിദ്ദൻ എന്ന പ്രയോഗമാണ്. നമുക്ക് വായിച്ചു നോക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞു, ഇബിനുൻ എന്ന വാക്കിന്റെ ഹംസ, അതായത് അലിഫ് ഹംസത്തിൽ വസിലാണ്, ചേർത്ത് വായിക്കുമ്പോൾ ഈ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. ഹാദബനു ഹാമിദിൻ, ഹാദബനു ഹാമിദിൻ. അപ്പൊ ഇബിനെ ഹാമിദിലേക്ക് യുദാഫത്ത് ചെയ്തു, ചേർത്ത് പറഞ്ഞപ്പോൾ ഇബിനു ഹാമിദിൻ, ഹാമിദിന്റെ മകനാണ്. ഹാദബനു ഹാമിദിൻ, ഇത് ഹാമിദിന്റെ മകനാണ്. വഹാദിഹി ബിന്തു യാസിരിൻ, ഇത് യാസിറിന്റെ മകളാണ്. ഇബിനുൻ മകൻ, ബിന്ത് എന്ന് പറഞ്ഞ പെൺകുട്ടി എന്നാണ് അർത്ഥം, മകൾ എന്ന അർത്ഥത്തിലും ബിന്ദു ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ടാണ് വഹാദിഹി ബിന്തു യാസിരിൻ, ഹദിഹി ബിന്തു യാസിരിൻ. ഇബിനു ഹാമിദിൻ ജാലിസുൻ, അപ്പൊ ഹാദയ്ക്ക് പകരം ഹാദിഹി ഉപയോഗിച്ചു. ഹാദബിനു ഹാമിദിൻ, ഇത് ഹാമിദിന്റെ മകനാണ്. ഇബിന് പറയാൻ വേണ്ടി ഹാദ ഉപയോഗിച്ചു, ബിന്ദു പറയാൻ വേണ്ടി ഹാദിഹി ഉപയോഗിച്ചു. ഇബിനു ഹാമിദിൻ ജാലിസുൻ, ഹാമിദിന്റെ മകൻ ഇരിക്കുന്നവനാണ്. ജാലിസ് നമ്മൾ നേരത്തെ പഠിച്ചു. വബിന്തു യാസിരിൻ വാഖിഫത്തുൻ, വാഖിഫൻ നമ്മൾ നേരത്തെ പഠിച്ചു. അൽ മുദരിസ് വാഖിഫുൻ എന്ന് പറഞ്ഞു, വലത് ജാലിസുൻ എന്ന് പറഞ്ഞു. അപ്പൊ വാഖിഫൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം പറഞ്ഞത്, നിൽക്കുന്നവൻ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ആശയത്തെ സൂചിപ്പിക്കുന്ന പദത്തിനെ എന്താക്കും, ഫെമിനിൻ ആക്കുമ്പോൾ അതിന് താ ചേർത്താൽ ഫെമിനായി. അപ്പൊ ഇവിടെ 2 കാര്യമുണ്ട്. ഒന്ന്, വാക്കിഫൻ എന്ന നാമത്തെ താ ചേർത്തപ്പോൾ വാക്കിഫത്തുൻ എന്നായി, ഇതാണ് ഒന്ന്. രണ്ടാമത്തെ സംഗതി, ബിന്തിനെ കുറിച്ച് പറയുമ്പോൾ വാക്കിഫിൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, വാക്കിഫിൻ എന്നത് മസ്കുലിനാണ്, അത് പുല്ലിംഗമാണ്. അപ്പൊ ബിന്തിനെ കുറിച്ച് പറയുമ്പോൾ വാക്കിഫത്തുൻ എന്ന മാച്ചിങ് ജെൻഡറിലുള്ള നൗൺ ഉപയോഗിക്കണം. ജെൻഡർ മാച്ചിങ് വേണം. ബിന്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ബിന്തിനെ കുറിച്ച് പറയുമ്പോൾ അത് ഫെമിനിൻ വേർഡ് ഉപയോഗിക്കണം, വാക്കിഫത്ത്. മൻ ഹാദിഹി,
ഇതാരാണ്? നേരത്തെ നമ്മൾ മൻ ഹാദാന്ന് ചോദിച്ചു, ഇവിടെ മൻ ഹാദിഹി. അപ്പം പെൺകുട്ടിയുടെ ഡ്രസ്സാണ് കാണുന്നതെങ്കിൽ, പെൺകുട്ടി സ്ത്രീലിംഗ പദമായ നാമമാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഹാദിഹി വരും. മൻ ഹാദിഹി? ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി. ഉഖ്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ഉഖ്ത് എന്താ അർത്ഥം? സഹോദരി. സഹോദരി, സിസ്റ്റർ. ഉഖ്തുൽ മുഹന്ദിസി, എഞ്ചിനീയറിന്റെ സഹോദരി. ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി. അപ്പൊ ഉഖ്ത് ആയതുകൊണ്ട് ഹാദി എന്ന വാക്ക് വരും. മുഹന്ദിസി എന്ന് മാറ്റണ്ട. കാരണം എന്താ? മുഹന്ദിസിന്റെ സഹോദരി എന്നാ പറയുന്നത്. മുഹന്ദിസിന്റെ സഹോദരി. അപ്പൊ സഹോദരിയെ ചൂണ്ടി പറയുമ്പോൾ ഹാദിഹി ഉപയോഗിക്കും. അടുത്തത് അഹിയ അയുബൻ മുഹന്ദിസത്തുൻ. അപ്പോ ഹിയ ആ പെൺകുട്ടിയെ സൂചിപ്പിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യണം? മുഹന്ദിസത്തുൻ. അവൾ എഞ്ചിനീയർ ആണെന്ന് ചോദിക്കുമ്പോൾ മുഹന്ദിസത്തുൻ എന്ന വാക്ക് വരും. അപ്പൊ മുഹന്ദിസുൻ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയർ. ആ നാമത്തെ നമ്മൾ എന്ത് ചെയ്യണം? താഴെർത്ത് മുഹന്ദിസത്തുൻ ആക്കണം. അഹിയ ആണോ? ഹിയ അവൾ. അവളും ആണോ? അയലൻ. അയലൻ ഓൾസോ. ഈസ് ഷീ ഓൾസോ an engineer? Is she also an engineer? അവളും ഒരു എഞ്ചിനീയർ ആണോ? അപ്പോ അയലൻ ഓൾസോ ആ ഉപയോഗിച്ചത് ചോദ്യത്തിന് വേണ്ടി. മുഹന്ദിസത്തുൻ, ഹിയ വന്നതുകൊണ്ട് മുഹന്ദിസത്തുൻ. അഹിയ അയലൻ മുഹന്ദിസത്തുൻ. അവളും ഒരു എഞ്ചിനീയർ ആണോ? ലാ ഹിയ തബീബത്തുൻ. ഇപ്പൊ നമ്മൾ തബീബുൻ പഠിച്ചു, താഴെർത്തപ്പോ തബീബത്തുനായി. ഇപ്പൊ ഹിയ ആയതുകൊണ്ട് തബീബത്തുൻ. ശ്രദ്ധിക്കണം. അഹിയ തബീബത്തുൻ. ലാ ഹിയ തബീബത്തുൻ. അല്ല, അവൾ എന്താണ്? ഡോക്ടറാണ്. അവളൊരു ഡോക്ടറാണ്. സയ്യാറത്തു മൻ ഹാദിഹി. അത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാ. സയ്യാറത്തു മൻ ഹാദിഹി. ഇത് ആരുടെ കാറാണ്? സയ്യാറത്തു മൻ ഹാദിഹി. ബൈ ദ വേ, നമ്മൾ ഖുർആൻ വായിച്ചപ്പോ സയ്യാറ കണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു സയ്യാറ ഖുർആനിലുണ്ടെന്ന്. നമ്മൾ ഖുർആൻ ഒരുപാട് വായിക്കണം. ഖുർആൻ ഒരുപാട് വായിക്കണം എന്ന് പറഞ്ഞാൽ ചെറപറ വായിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ശ്രദ്ധിച്ചാണ് വായിക്കേണ്ടത്. മറിച്ച് നമ്മൾ പഠിക്കുന്ന വാക്കുകളൊക്കെ അതിലുണ്ടോ എന്ന് നോക്കണം. അതേപോലെ നമുക്ക് അറിയുന്ന വാക്കുകളാണോ ഓരോന്നും എന്ന് നോക്കി വായിക്കണം. ഓരോ വാക്കും നമുക്ക് അറിയുന്നതാണോ നോക്കണം. നമ്മൾ പഠിച്ച വാക്ക് അതിലേക്ക് ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അറബിയും പഠിക്കും, സമാന്തരമായി ഖുർആനും പഠിക്കാൻ പറ്റും. ചിലർ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ചേർന്നവരുണ്ടാവും, അത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അവർക്ക് അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ സിസ്റ്റം അറിയാം. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലെന്തായാലും ഈ രീതി വായിച്ചു നോക്കണം. അപ്പൊ നമ്മളിത് ഖുർആൻ ഒരു ഭയങ്കര ആശ്ചര്യപരമായ സംഭവമായിരുന്നു. വെരി സർപ്രൈസിങ്, വെരി ഇൻട്രസ്റ്റിംഗ്. ഈ സംഭവമൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്നറിയില്ല, ഖുർആനിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ട്. അടുക്കള മുതൽ, അടുക്കളയില്ലേ, അതുപോലെ അല്ല, വേറെ എന്തോ ഒരു വാക്കുണ്ട്, ഞാൻ മറന്നുപോയത്. അങ്ങാടിയാണ്. അങ്ങാടിയുണ്ട്, അങ്ങാടി സൂക്ക്, 2 പോയിന്റ് ഉണ്ട്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇത് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ആശ്ചര്യകരമായി. ഓക്കെ, സയ്യാറത്തുമൻ ഹാദിഹി. ഇത് ആരുടെ കാറാണ്? സയ്യാറത്തുമൻ ആരുടേതാണ്? ഹാദിഹി സയ്യാറത്തുൽ മുദീരി. അപ്പോ സയ്യാറത്ത് എന്നത് എന്താണ്? സ്വതവേ താഴെയുള്ള പദമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് സയ്യാറത്ത് ഇപ്പോഴായിരിക്കും പഠിക്കുന്നത്. കാരണം താഴെയുള്ള പദം ഇപ്പോഴായിരിക്കും വരിക. സയ്യാറത്തു മൻ, ഇത് ആരുടെ കാറാണ്? സയ്യാറത്തുൻ കാർ. സയ്യാറത്തു മൻ ഹാദിഹി, ഇത് ആരുടെ കാറാണ്? ഹാദിഹി സയ്യാറത്തുൽ മുദീരി. സയ്യാറത്തുൽ മുദീരി. അല്ലാത്തതിന് കെസ് കൊടുത്തപ്പോ ഇന്ത്യ എന്നർത്ഥമാണ്. സയ്യാറത്തുൽ മുദീരി. അങ്ങനെ വരുമ്പോ ഒന്നാമത്തേന് അല്ലുണ്ടാവില്ല. സയ്യാറത്തുൽ മുദീരി. ഇത് മുദീർ സ്കൂളിലാണെങ്കിൽ ഹെഡ് മാസ്റ്റർ. ഇത് ഹെഡ് മാസ്റ്ററിന്റെ കാറാണ്. മാ ഹാദിഹി. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇത് സ്ത്രീലിംഗ പദമാണെങ്കിലാണ് മാ ഹാദിഹി എന്ന് ചോദിക്കുക.
അത് ഈ മിക്വാത്തുൻ അയൺ ബോക്സ്. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയില്ല, എന്ത് ചെയ്യണം? സ്റ്റിക്കി നോട്ട് എഴുതി ഒട്ടിക്കണം. സയ്യാറുടെ അപ്പുറത്ത് വരാണോ എഴുതി ഒട്ടി ചെയ്യുക. സയ്യാറത്തുൻ അടുത്ത രാജ്യം പോകുമ്പോൾ വെളിയിൽ പോകുമ്പോൾ ഇളക്കി മാറ്റി അവിടെ ജനലിൽ എവിടെയെങ്കിലും വെച്ചേക്കുക. വീണ്ടും വരുമ്പോൾ ചെയ്യാൻ അകത്ത് വയ്ക്കുക. ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ എന്ത് ചെയ്യുക? അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ മിക്വാത്തിൽ എന്ത് ചെയ്യണം? മിക്വാത്തിൽ ഒരു പേപ്പർ എഴുതി ഒട്ടിക്കണം. അത് ഈ മിക്വാത്ത്, ഇത് മിക്വാത്ത് അയൺ ബോക്സ് ആണ്. ലിമൻ ഹാദിഹി നമ്മൾ നേരത്തെ പറഞ്ഞു. ഇക്ക് ലിമൻ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് ആർക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ബിലോങ്ങിങ്സിനെ സൂചിപ്പിക്കുന്നതാണ്, ഉടമസ്ഥത. ലിമൻ ഹാദിഹി, ഇത് ആരുടേതാണ്? ഇപ്പൊ ഹാദിഹി എന്ന് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ബാഗ്, ഹക്കീബത്ത് അല്ലെ? ഹക്കീബത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് താഴെയുള്ളതാണ്. അപ്പൊ എന്തായി? ബാഗ് സ്ത്രീലിംഗ പദമായി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹാദിഹി ഉപയോഗിക്കണം. ലിമൻ ഹാദിഹി, ഇത് ആരുടേതാണ്? ലിമൻ ആരുടേതാണ്? ഹാദിഹി ലി ഖാലിദിൻ, ഇത് ഖാലിദിന്റേതാണ്. ഇത് ഖാലിദിന്റേതാണ്. ദർറാജത്തു അനസിൻ ഹാദിഹി, ആ ദർറാജത്തു അനസിൻ ഹാദിഹി, ആ ചോദിക്കാനുള്ളത് ദർറാജത്ത് സൈക്കിൾ, ദർറാജത്തുൻ സൈക്കിൾ. ദർറാജത്തു അനസിൻ, അനസിന്റെ സൈക്കിളാണോ ഹാദിഹി? ഇത് ദർറാജത്ത് എന്നുള്ള സ്ത്രീലിംഗ പദമായതുകൊണ്ട് എന്ത് ചെയ്തു? ഹാദിഹി എന്ന് വിളിച്ചു. ദർറാജത്തു അനസിൻ ഹാദിഹി, ഇത് അനസിന്റെ സൈക്കിളാണോ? ഹാദിഹി ദർറാജത്തു അമ്മാരിൻ, ഹാദിഹി ദർറാജത്തു അമ്മാരിൻ, അല്ല ഇത് അമ്മാരിന്റെ ബൈസിക്കിളാണ്, സൈക്കിളാണ്. ഹാദിഹി ജദീദത്തുൻ, ഹാദിഹി ജദീദത്തുൻ. നമ്മൾ നേരത്തെ ജദീദിൻ പഠിച്ചിട്ടുണ്ട്. ജദീദിൻ പുതിയ. അപ്പൊ ജദീദിൻ സ്ത്രീലിംഗമാക്കാം. സ്ത്രീലിംഗമാക്കുമ്പോഴേ ജദീദത്തുൻ, ജദീദുൻ ജദീദത്തുൻ, ഹാദിഹി ജദീദത്തുൻ. അപ്പൊ ദർറാജത്ത് ആയതുകൊണ്ട് ജദീദത്ത്. ദർറാജത്തു അനസിൻ ഖദീമത്തുൻ. നേരത്തെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അൽ കിതാബു ജദീദുൻ വൽ ഖലമു ഖദീമുൻ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ എന്താ? ദർറാജത്തു അനസിൻ ഖദീമത്തുൻ. അപ്പൊ സ്ത്രീലിംഗമാകുമ്പോൾ ഖദീമത്തുൻ. ദർറാജത്തിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് ഖദീമത്തുൻ എന്ന് വാക്ക്. ഹാദിഹി സാഅത്തു അലിയിൻ, സാഅത്ത് നമ്മൾ പഠിച്ചു. അസ്സാഅത്തു അല ശരീരി പഠിച്ചല്ലോ, അല ശരീരി സാഅത്തു എന്ന് പഠിച്ചു. അപ്പോ ഹാദിഹി സാഅത്തു അലിയിൻ, ഇത് അലിയുടെ സാഅത്താണ്, വാച്ചാണ്. ഹിയ ജമീലത്തുൻ ജിദ്ദൻ. നേരത്തെ ഖമറിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മളെന്ന് പറഞ്ഞു? അൽ ഖമറു ജമീലുൻ. ഖമറാണ് ജമീൽ എന്ന് പറഞ്ഞാൽ അതാ നജിമാണ്, ഖമറാണ്. ഖമർ ജമീൽ എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ? എന്താണ്? സാഅത്തു. ഇവിടെ അസ്സാഅത്തു ജമീലത്തുൻ, ഹിയ ജമീലത്തുൻ. ഹാദിഹി സാഅത്തു അലിയിൻ, ഇത് അലിയുടെ വാച്ചാണ്. ഹിയ ജമീലത്തുൻ, അത് മനോഹരമാണ്. ജിദ്ദൻ, വെരി. ഹിയ ജമീലത്തുൻ ജിദ്ദൻ, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ. ഹാദിഹി മിൽഅഖത്തുൻ, ഹാദിഹി മിൽഅഖത്തുൻ. മിൽഅഖത്തുണ്ടല്ലോ നിങ്ങളെ അടുക്കളയില്? മിൽഅഖത്തുൻ സ്പൂൺ. വഹാദിഹി ഖിദ്റുൻ. ഖിദ്ർ നിങ്ങളുടെ പുസ്തകത്തിൽ വേറെ പദമായിരിക്കും ഉണ്ടാവുക. ഖിദ്ർ കലത്തിന്റെ പാത്രം ഇതാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ഫ്രൈ പാന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും കുക്ക് ചെയ്യാനുള്ള പാത്രത്തിനാണ് ഖിദ്ർ എന്ന് പറയുന്നത്. അപ്പൊ ഖിദ്റുൻ എന്ന വാക്ക് അതില്
ഫെമിനിന്റെ അടയാളമില്ല, മറിച്ച് എന്താണ്, അത് ഫെമിനിൻ ആയിട്ടാണ് ഉപയോഗിക്കുക. അങ്ങനെ ചില വാക്കുകൾ ഫെമിനിന്റെ അടയാളം ഉണ്ടാവില്ല, പക്ഷെ ഫെമിനിൻ ആയിട്ടായിരിക്കും യൂസേജിൽ ഉണ്ടാവുക. അത് എല്ലാ ഭാഷയിലും അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നോക്കിയാല് ചില ആൾക്കാർ ദേവി ദേവൻ വാക്കൊക്കെ ഉപയോഗിച്ച് പറയുമല്ലോ, പ്രപഞ്ചത്തിലുള്ള സംഗതികളുമായി. അപ്പൊ മലയാളത്തിൽ പറയുന്നത് സൂര്യ ഭഗവാൻ എന്ന് പറയും. ഭൂമിയെ കുറിച്ച് പറയുമ്പോഴോ ദേവി. ഭൂമി ദേവി എന്നാ പറയാ. അപ്പോ സംഭവം അത് സ്ത്രീലിംഗവും ഇത് പുല്ലിംഗവും എന്നുള്ള അർത്ഥത്തേ ഉള്ളൂ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ പല പദങ്ങളും ഉണ്ടാവും. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് കിദിറുൻ. കിദിറുൻ ഫെമിനിൻ ആണെന്നുള്ള നമ്മൾ ഓർമ്മിച്ചു വെച്ചു. അത് ഫെമിനിൻ ബൈ യൂസേജ് ആണ്. യൂസേജിൽ ഫെമിനിൻ ആയിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഹാദിഹി എന്ന വാക്ക് ഉപയോഗിച്ചത്. ഹാദിഹി മിൽആഖത്തുൻ, ഇത് സ്പൂണാണ്. ഹാദിഹി ഖിദ്റുൻ, ഇത് എന്താണ്, കുക്കിംഗ് ഫ്രൈ പാനാണ്. പാചകം ചെയ്യാനുള്ള പാത്രമാണ്, പാചകപാത്രമാണ്. അൽ മിൽആഖത്തു കുക്കിംഗ് വേർ, അത് തന്നെ. കുക്കിംഗ് പാൻ. പാൻ എന്ന് പറഞ്ഞാൽ തന്നെ കുക്ക് ചെയ്യാനുള്ളതായിരിക്കും, പിന്നെ കുക്കി എന്ന് പറയേണ്ട കാര്യം. അൽ മിൽആഖത്തു ഫിൽ ഖിദ്രി, അൽ മിൽആഖത്തു ഫിൽ ഖിദ്രി. അപ്പം കലം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഖിദ്ർ കലം. അപ്പൊ കലം ഇത് യഥാർത്ഥത്തിൽ ഈ ടെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ടൊറന്റോ യൂണിവേഴ്സിറ്റിക്ക്, ടൊറന്റോയിലുള്ള ഇസ്ലാമിക് അസോസിയേഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്, റീപ്രിന്റ് ചെയ്ത. ഇതാണ് മദ്രാസ് പ്രിന്റ്, ഇത് ടൊറന്റോ പ്രിന്റ് ആണ്. ഇതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ വിശാലമായിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. ടൊറന്റോ പ്രിന്റ്. അപ്പൊ ടൊറന്റോ പ്രിന്റ് കലമില്ല, അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്രൈ പാൻ കൊടുത്തത്. അൽ മിൽആഖത്തു ഫിൽ ഖിദ്രി, സ്പൂൺ കലത്തിലാണ്. അപ്പൊ ഫി എന്നാൽ ഇൽ, ഫിൽ ഖുർബത്തി നമ്മൾ പഠിച്ചു, റൂമിൽ, അതേപോലെ ഉള്ളതിൽ എന്ന അർത്ഥത്തിലാണ് ഫി കോമൺ ആയിട്ട് ഉപയോഗിക്കുക. ഹാദിഹി ബഖറത്തുൽ ഫല്ലാഹി. ബക്കറത്ത് നമുക്കറിയാം. ബക്കറത്ത് എവിടെ കണ്ടിട്ടുണ്ട്? സൂറത്തുൽ ബഖറ, ഖുർആനിൽ കണ്ടിട്ടുണ്ട് പശുവിനെ. അപ്പൊ ഹാദിഹി ബഖറത്തുൽ ഫല്ലാഹി, ഇത് കർഷകന്റെ ബക്കറയാണ്, ബക്കറ പശുവാണ്. അപ്പൊ ഫല്ലാഹുൻ ഫാർമർ, ഫല്ലാഹുൻ ഫാർമർ, കർഷകൻ. അപ്പൊ ബക്കറത്ത് ആയതുകൊണ്ട് ആദ്യ എന്ന വാക്ക് ഉപയോഗിച്ചു. ഹാദ അൻഫുൻ വഹാദ ഫമുൻ. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, അപ്പൊ ശരീരത്തിലെ അവയവങ്ങൾ പറയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചൂണ്ടി തൊട്ടൊക്കെ പറയാം. ഹാദ അൻഫുൻ വഹാദ ഫമുൻ, ഹാദ അൻഫുൻ, അൻഫുൻ വഹാദ ഫമുൻ. ഇപ്പൊ മൂക്കെത്ര ഉണ്ടാവും മനുഷ്യന്? ഒരു മനുഷ്യന് ഒരു മൂക്ക്. വായത്ര ഉണ്ടാവും? ഒന്ന്. ചോദിക്കാൻ കാര്യം എന്താണെന്നുള്ള ഇപ്പൊ പറയാം. ഹാദിഹി ഉദുനുൻ, ഹാദിഹി ഉദുൻ. അപ്പൊ എന്ത് ഉദുൻ എന്ത് ഹാദിഹി ഉപയോഗിക്കാൻ കാര്യം? അൻഫു പറഞ്ഞപ്പോ ഹാദ, ഫമൻ പറഞ്ഞപ്പോ ഹാദ, ഉദുൻ പറഞ്ഞപ്പോൾ ഹാദിഹി. അപ്പൊ പേരായിട്ട് വരുന്നതൊക്കെ എന്താണ്? കോമൺ. പൊതുവിൽ പറയുമ്പോൾ അങ്ങനെയാണ് യൂസേജ്. പൊതുവിലുള്ള യൂസേജ്, കോമൺ യൂസേജ് എന്താണ്? പേരായിട്ട് വരുന്നതിന് എന്താണ്? അത് ജോഡിയായിട്ട് വരുന്നത് സ്ത്രീലിംഗമായിരിക്കും. വഹാദിഹി ഐനുൻ, ഹാദിഹി ഐനുൻ, ഹാദിഹി ഉദുനുൻ, ഹാദിഹി ഐനുൻ. അപ്പൊ ഇത് ചെവിയാണ്, ഇത് കണ്ണാണ്. ഓക്കെ. ഹാദിഹി യദുൻ, ഹാദിഹി യദുൻ, ഹാദിഹി റിജ്ലുൻ, കാല് ഇവിടെ ഉണ്ട്. ഹാദിഹി റിജ്ലുൻ, അതൊക്കെ എന്താണ്? കൈ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഹാദിഹി ഉപയോഗിച്ചത്. അതേപോലെ റിജ്ല് രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഹാദിഹി ഉപയോഗിച്ചത്.
അപ്പൊ അങ്ങനെ കയ്യും കാലും എന്താണ്, കയ്യ്, കാല്, കണ്ണ്, ചെവി ഇതൊക്കെ എന്താണ് സ്ത്രീലിംഗമാണ്. അത് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ പൊതുവിൽ പറഞ്ഞാൽ ജോഡിയായിട്ട് വരുന്ന, പെയറായിട്ട് വരുന്നത് അത് സ്ത്രീലിംഗമായിരിക്കും. ഒരെണ്ണം വരുന്നത് എന്തായിരിക്കും? മർബൂത്ത വരില്ല. അല്ല, മർബൂത്ത വേണമെന്നില്ല. അതായത് ഒരു ഐഡിയ വേണമെന്നില്ല. ആണെങ്കിലാണ്, ഒരു ആശയമാണെങ്കിലാണ് അതില് കെട്ടുള്ള ഓ പറയും. ശരി. അപ്പൊ ആ. അതിനെ നമുക്ക് ഫെമിനിനും മാസ്കുലിനും ആക്കി മാറ്റാവുന്നതാണ്. കെട്ടുള്ളതായിട്ടാൽ ഫെമിനിൻ ആവും, കെട്ട് ഒഴിവാക്കിയാൽ, ഒഴിവാക്കിയാൽ മാസ്കുലിനാവും. മുസ്ലിമത്തുൻ, അപ്പൊ മുസ്ലിം സ്ത്രീ, മുസ്ലിമുൻ. അതെന്താണ്, ഒരു ആശയത്തിൽ നിന്നും വരുന്ന ഒരു രൂപപ്പെട്ടു. നിങ്ങൾ കുറച്ച് അങ്ങോട്ട് പോകാൻ പഠിക്കും. ഒരു വെർബിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന നാമമാണത്. അതായത് ഡിറൈവ്ഡ് ഫോംസ് ആണ്. അങ്ങനെ ഡിറൈവ്ഡ് ഫോമിനെയാണ് എന്ത് വരുന്നത്, ചേർക്കുമ്പോൾ പുല്ലിംഗമാകുന്നതും ഒഴിവാക്കുമ്പോൾ, അല്ല, ചേർക്കുമ്പോൾ സ്ത്രീലിംഗമാകുന്നതും ഒഴിവാക്കുമ്പോൾ പുല്ലിംഗമാകും. നേരത്തെ നമ്മൾ പറഞ്ഞു വാക്കിഫുൻ, വഖഫ നിന്നു, അതിൽ നിന്ന് വന്ന വാക്കാണ് വാക്കിഫുൻ, നിൽക്കുന്നവൻ. അപ്പൊ അതിന് നമ്മളൊക്കെ എന്ത് ചെയ്യാം, വാക്കിഫത്തിനാക്കാം. അതേസമയം മിഖ്വാത്തുൻ മാറ്റിയിട്ട് അതിന്റെ ഒഴിവാക്കിയാൽ പുല്ലിംഗാവോ? അതെന്താണ്, മിഖ്വാത്തിന് ബൈ ബർദ് മിഖ്വാത്താണ്. ആ നാമം എന്താണ്, സാഅത്ത് എന്ന് പറയാം. അതിൽ സ്വതവേയുള്ള തായാണ്. അതിന് വെട്ടിയാല് പുല്ലിംഗാവില്ല. ദർവാജത്തില് വെട്ടിയാൽ പുല്ലിംഗാവില്ല. അങ്ങനെയാണ്. അതേപോലെ ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്, അൻഫിൻ അത് യൂസേജിൽ പുല്ലിംഗമായിട്ടാണ് യൂസ് ചെയ്യുക. അതേപോലെ ഫമുൻ പുല്ലിംഗമായിട്ടാണ് യൂസ് ചെയ്യുക. അതെങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചപ്പോഴാണ് ശരീരത്തിലെ അവയവങ്ങൾ ജോഡിയായിട്ട് വരുന്ന അവയവങ്ങൾ സ്ത്രീലിംഗമായിട്ടും ഒറ്റയ്ക്ക് വരുന്ന അവയവങ്ങൾ പുല്ലിംഗമായിട്ടുമാണ് പൊതുവിൽ ഉപയോഗിച്ചു വരുന്നത്. അതിന് വ്യത്യാസം ഉണ്ടാകും ചില അവയവങ്ങളിൽ, പക്ഷെ പൊതുവിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. യദുൻ വഹാദിഹി റിജ്ൽ. ദിസ് ഈസ് ദ ലെസൺ 6. ഇതാണ് 6ാമത്തെ പാഠം. അപ്പൊ ഒരാൾ വായിച്ചു നോക്കി. ഹാദാ മസ്ജിദുൻ വഹാദിഹി മദ്രസത്തുൻ. അടുത്തയാള് വേഗം വായിക്കൂ. മൻ ഹാദിഹി? ഹാദിഹി ഉഖ്തു അബ്ബാസിൻ. ഉഖ്തു അബ്ബാസിൻ. അടുത്തയാള് അപ്പൊ മനസ്സിലായില്ലേ? അത് അദീഖുൻ എന്താ അർത്ഥം? അത് പൂവൻകോഴിയാണ്. ഇതൊരു പൂവൻകോഴിയാണ്. രണ്ടും ഇത് തന്നെയാണ്. ഇതൊരു പൂവൻകോഴിയാണ്, ഇതൊരു പിടക്കോഴിയാണ്. പിടക്കോഴിയും ആണെന്നല്ല, ഒഴിയും ആണ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ രണ്ട് ഒഴിയും നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് പറയുമ്പോഴാണെങ്കിലും ദിസ് ഈസ് എ കോക്ക് ആൻഡ് ദിസ് ഈസ് എ ഹെൻ എന്ന് പറയാം. അത് നിങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടെങ്കിൽ കോഴിയും ആണ്, പിടക്കോഴിയും ആണ് എന്ന് പറഞ്ഞോളൂ. അറാബി അടുത്തയാൾ വായിക്കൂ. അറാബി അടുത്തയാൾ ജൽദി ജൽദി. وهذه بنت المدرس. الخامس هذه أم ياسر. هذه أم ياسر. അപ്പൊ ഉമ്മിന് നമ്മൾ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ ചേർത്ത് വരുന്നുണ്ട്. പക്ഷെ പൊതുവിൽ എന്താണ്, ഉമ്മ എന്ന പദമാണ് മാതാവിനുള്ളത്. ഉമ്മ അൽ ഉമ്മ മദ്രസത്തുൽ. അപ്പൊ എന്താണ്, ഉമ്മ മാതാവ്. ഉമ്മ യാസിരിന്റെ മാതാവ്. ഓക്കെ. ഉമ്മത്തെന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മത്തിന് സമുദായം. ഇതിന് അതിന് താഴെയുള്ളപ്പോഴത്തേക്ക് വേറെ അർത്ഥം വരും. അതിന് മാതൃത്വമായി ബന്ധമുണ്ട്, പക്ഷെ പെറ്റുമ്മയെ വിളിക്കുന്നത് ഉമ്മുനെന്നാണ്. അസാദിസ് അടുത്തയാൾ വായിക്കും. അതിന് ഖിദറുല്ലഹം. ഇറച്ചിക്കല എവിടെയാണ്? ലഹമ് പഠിച്ചോ? ലഹമ് മീറ്റ്, മാംസം, ലഹമ്. ഇപ്പൊ ഖുറാനിലുണ്ടോ? ഖുറാനിൽ കണ്ടുണ്ടോ ലഹമ്?
ലഹ്മുൽ ഖിൻസീരി. ലഹ്മുൽ ഖൻസീരി. തിന്നുന്ന ഇറച്ചിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. തിന്നുന്ന ഇറച്ചിയല്ലോ ഇതിപ്പോ നമ്മൾ പണ്ട് നിക്കാഹ് ചെല്ലാൻ പോയപ്പോഴത്തേക്ക് ഒരാള് നിക്കാഹ് ചെല്ലാൻ വന്നപ്പോഴത്തേക്ക് പറഞ്ഞതിനൊക്കെ മഹർ കൊടുക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പാവപ്പെട്ട ഒന്നുമില്ല. അപ്പൊ നിനക്ക് വല്ല ഖുർആനും അറിയാമെങ്കിൽ നീ പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. വേറെന്താ പഠിപ്പിച്ചു കൊടുക്കാന്നറിയാമോ? അത്വലാഖു മർറത്താൻ എന്ന് പറഞ്ഞ പോലെ ഇറച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ ലഹ്മുൽ ഖൻസീരിൽ പോകുന്ന ഹലാലായ ലഹ്മുണ്ടല്ലോ, ലഹ്മൻ പരിയൻ, ഫ്രഷ് മീറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലഹ്മൻ പരിയൻ. ഉണ്ടോ? ഖുർആൻ പഠിച്ചവരാരില്ലേ? ഓക്കെ. അസാബിയെ അടുത്ത ആൾ വായിക്കും. هذا باب അടുത്തത്. وهذه نافذة. ഇവിടെ ലഹ്മിന്റെ താഴെ ഒരു ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. സല്ലാജത്ത് എന്താ? ഫ്രിഡ്ജ. ثلاجة is refrigerator, fridge. റെഫ്രിജറേറ്റർ. ഫ്രീസർ അല്ലേ? എന്തായിരുന്നു രണ്ടായിരുന്നാലും കുഴപ്പമില്ല. റെഫ്രിജറേറ്റർ. ഓക്കെ. അപ്പോ ഹാദിഹി നാഫിദത്തുൻ. നാഫിദത്തുൻ വിൻഡോ. ഹദാ ബാബുൻ വഹാദിഹി നാഫിദത്തുൻ. നാഫിദത്തുൻ വിൻഡോ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം നിങ്ങള്? ഈ സ്റ്റിക്കി നോട്ട് എഴുതിയിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മള് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ, അസൈൻമെന്റ് ഗ്രൂപ്പിൽ. അപ്പൊ ഇതൊരു അസൈൻമെന്റ് ആയിട്ട് എഴുതുക. ജനലിന്റെ മുകളിൽ എഴുതി ഒട്ടിക്കുക നാഫിദത്തുൻ. ബാബിന്റെ മുകളിൽ എഴുതി ഒട്ടിക്കുക ബാബുൻ. സല്ലാജയുടെ മുകളിൽ സല്ലാജത്തുൻ. ലഹമിന്റെ മുകളിൽ എഴുതി ഒട്ടിക്കണ്ട, കാരണം പിന്നെ തിന്നാൻ പറ്റില്ല. അടുത്തത് അപ്പൊ എന്ത് ചെയ്യും? കലമിന്റെ കൂടെ എന്ത് പറയും? കലമിന്റെ കൂടെ ചേർത്ത് പറയൂ. വായിച്ചു പറഞ്ഞാ മതി, പേര് പറയൂ. കലം. അടുത്തത് അതിഹി മിൽ ആക്കത്തുൻ. അടുത്തത് മില്ലക്കത്ത്. കിതാബുൻ. കിതാബുൻ. അടുത്തത് അടുത്തത് ബൈത്തുൻ. അടുത്തത് അടുത്തത് സയ്യാറത്തുൻ. അടുത്തത് ബാബുൻ. അടുത്തത് ഹാദിഹി റിജ്ലുൻ. റാജി കസർട്ടാരെ നേർപ്പിച്ചു പറയാം. അടുത്തത് ഹാദിഹി ദർറാജത്തുൻ. ഹാദിഹി യദുൻ. ഹാദിഹി യദുൻ. അടുത്തത് ഹാദാ ഫമുൻ. ഫമുൻ. അടുത്തത് ഹാദിഹി ഖിദ്റുൻ വഹാദിഹി മിൽഅഖത്തുൻ. മില്ലക്കത്തുൻ. മിൽഅഖത്തുൻ. അടുത്തത് ഹാദാ മിക്വാഹ്. ഹാദിഹി മിക്വാത്തുൻ. മിക്വാത്തുൻ. അടുത്തത് ഹാദിഹി കുർസിയുൻ. ഹാദാ കുർസിയുൻ. ഹാദിഹി അല്ല, ഹാദാ കുർസിയുൻ. അടുത്തത് ഹാദിഹി സല്ലാജത്തുൻ. ഹാദിഹി സല്ലാജത്തുൻ. അടുത്തത് ഹാദിഹി ഹാദാ മിഫ്താഹുൻ. അടുത്തത് ഹാദാ മസ്ജിദുൻ. هذا ഹാദാ നജ്മുൻ. ഹാദാ നജ്മുൻ. മനസ്സിലായില്ലേ? ഹാദാ നജ്മുൻ. അടുത്തത് ഇഖ്റാഇൽ മിസാൽ വകബിൻ ജുമലൻ അലാ ഖിറാരിഹി. അതെന്ത് ചെയ്യണം? ഉദാഹരണം വായിച്ചിട്ട് അതിന്റെ അപ്പുറത്തുള്ള പോലെ ഇതുപോലെ അതിന്റെ അപ്പുറത്ത് വാക്യം ഉണ്ടാക്കണം. കബ്ബിൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്. ഇഖ്റാഇൽ മിസാൽ വകബിൻ. കബ്ബിൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്. ജുമലൻ സെന്റൻസ് അലാ ഖിറാരിഹി അതിന്റെ നേരെ. മുഹമ്മദുൻ താലിബുൻ. ലിസൺ. മുഹമ്മദുൻ താലിബുൻ. ആമിനത്തു താലിബത്തുൻ. ഹാമിദുൻ തബീബുൻ. ഫാത്തിമത്തു
തബീബത്തുൻ ഹുവ മുസ്ലിമുൻ ഹിയ مسلمة. അൽബാബു മുഗ്ലഖുൻ അന്നാഫിദത്തു النافذة مغلقة. മുഗ്ലഖത്തുൻ അൽ മിൻദീലു വസിഖുൻ അൽ യദു وثقة. വസിഖത്തുൻ അശ്ശായു ഹാറുൻ ഷായ് അറിയാലോ ഷായ് ചായ ചായ ടീ കേട്ടാ അശ്ശായു ഹാറുൻ അൽ ഖഹ്വത്തു حارة. ഹാറത്തുൻ അൽ മസ്ജിദു ബഈദുൻ അൽ മദ്രസത്തു بعيدة. ബഈദത്തുൻ بعيدة. الطالب مريض الطالبة مريضة مريضة. الحصان سريع الحصان سريع. السيارة سريعة. السيارة سريعة جميل. القمر جميل الشمس جميلة. جميلة. അപ്പൊ ജമീലത്ത് എങ്ങനെ കിട്ടി നിങ്ങൾക്ക് ജമീൽ ഷംസ് സ്ത്രീലിംഗമാണ് അല്ലുണ്ട്. കേട്ടോ അല്ലാഹു തആല ഇദ ശംസു കുബ്ബിറത്ത് അവിടെ സ്ത്രീലിംഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഖമർ പറഞ്ഞപ്പോൾ വൽ ഖമർ ഇബൻ ശക്കൽ ഖമർ മൻ ശക്കൽ ഖമർ അപ്പോൾ ഖമർ എന്താണ് പുല്ലിംഗമായിട്ടാണ് അപ്പൊ അൽ ഖമർ ജമീലുൻ അശ്ശംസു ജമീലത്തുൻ അൽ അബു ജാലിസുൻ അൽ ഉമ്മു جالسة. അൽ ഉമ്മു ജാലിസത്തുൻ അൽ ഉമ്മു ജാലിസത്തുൻ അടുത്തത് സഹ്ഹിഹ് ജുമൽ ലാത്തി കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസസ് സഹ്ഹിഹ് എന്ന് പറഞ്ഞാൽ സഹിയാക്കുക അൽ ജുമൽ സെന്റൻസസ് ആത്തിയ ആത്യ കമ്മിങ് എന്നാണ് ആത്യ എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് കമ്മിങ് എന്നാണ് ആത്യത്തിൽ കമ്മിങ് അപ്പൊ നമ്മള് ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ സംസാരിക്കുന്നവരുടെ മൈക്ക് കട്ട് ചെയ്യും കേട്ടോ മൈക്ക് മ്യൂട്ടാക്കണം. ഡിസ്റ്റർബൻസ് ഉണ്ട്. മൈക്ക് മ്യൂട്ടാക്കണം. ചിലരുടെ മൈക്കിന് കിറുകിറ് ശബ്ദമുണ്ട് കിറുകിറ് ശബ്ദമുള്ളവരെ മൈക്ക് എന്ത് ചെയ്യാ മാറ്റുക ഞാൻ ഈ സാധനം വേറെ പോയി മാറ്റിക്കൊണ്ടുവന്നിരിക്കുക അതേപോലെ എന്ത് ചെയ്യണം നിങ്ങള് കിറുകിറ് ശബ്ദമുള്ള മുമ്പ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറഞ്ഞാൽ മാറ്റിയില്ലേ അപ്പൊ ഈ സാധനം എന്ത് ചെയ്യുന്നുണ്ട് വേറെ മൈക്ക് സെറ്റ് ഇവിടെ ഓരോ മൈക്ക് ഇവിടെ വെച്ചിരിക്കുക ഇടതും വലതും വേറെ മൈക്കുകൾ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞാൽ ഉടനെ മാറ്റിയിരിക്കും അപ്പൊ കിറുകിറ് ശബ്ദം ചില കേൾക്കുന്ന ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്യുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ഓഫായി കണ്ടാൽ കിറുകിറ് ശബ്ദം ഉണ്ടെന്ന് അർത്ഥം ഓക്കെ ഹഖീബത്തു മൻ ഹാദ എന്താണ് ഇവിടെ സഹീഹ് അൽ ജുമൽ അൽ ആതിയ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഹഖീബത്തു മൻ എന്താ പറയേണ്ടത് ഗുർഫത്തു അൽ ഗുർഫത്തു മഫ്തൂഹൻ ശരിയാണോ الغرفة മഫ്തൂഹത്തുൻ هذا سيارة الطالب هذه سيارة الطبيب هذه مفتاح السيارة هذا مفتاح السيارة. هذا مفتاح السيارة أين البقرة هو في الشارع هي في الشارع اقرأ واكتب مع ضبط أواخر الكلمات ولا واجو الأول മുഹമ്മദിൻ കേട്ടാ അപ്പൊ ലീ വന്നാല് എന്ത് ചെയ്യണം കെസർ കൊടുക്കണം ലീ വന്നാല് കെസർ കൊടുക്കണം ലീ വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ അല വന്നപ്പോ കെസർ കൊടുത്തു അതേപോലെ വേറെ എന്ത് വന്നു അപ്പൊ ലീ വന്നാൽ എന്ത് ചെയ്യണം ഫീ വന്നാൽ കെസർ കൊടുത്തു ലീ വന്നാല് കെസർ കൊടുക്കണം അപ്പൊ ലി മുഹമ്മദിൻ هذا لمحمد وذلك لحامد الثاني عندي لمن هذه هذه لياسر അവസാനത്തെ പറയൽ നമ്മുടെ ക്ലാസ്സിൽ നിർബന്ധമാണ് കേട്ടോ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സുക്കൂനാക്കി പറയാം ക്ലാസ്സിൽ നിർബന്ധമാണ് അസാലിസ് അൽഹംദു ലില്ലാഹി അടുത്തത്
ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു. ഇല്ലാഹിൽ മശ്രിഖ. അൽ മശ്രിഖ അല്ല. അൽ മശ്രിഖ അല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ബേസിക്കലി ലമ്മാണ്. ലമ്മ മാറാനുള്ള കാരണം ഉണ്ടാകണം. അതാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് കേട്ടോ. ബേസിക്കലി ഒരു നാമത്തിന്റെ അവസാനം ലമ്മാണ്. ലമ്മ മാറാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമ്മളെ റീസൺ ആണ് ഫി വന്നു, ആല വന്നു, മീൻ വന്നു, അവിടെയൊക്കെ എന്ത് ചെയ്യണം? കെസ് കൊടുക്കണം. ലീ വന്നു, അവിടെ കെസ് കൊടുക്കണം. നമ്മള് ഇളാമത്ത് ചെയ്തു, അപ്പൊ അവിടെ കെസ് കൊടുക്കണം. ഓക്കെ, ഈ വാക്കുകളെയൊക്കെ പുതിയ വാക്കുകൾ നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മഷിരിക്ക്. ഇവിടെ മഷിരിക്ക് എന്ന് പറഞ്ഞാല് എന്താണ്? ഇഷ്റാഖ് അറിയാമല്ലോ. നമ്മൾ ഇഷ്റാഖ് നമസ്കാരമൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. ഇഷ്റാഖ് എന്താ? ഉദയം. അപ്പൊ മഷിരിക്ക് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം. മഗ്രിബ് അസ്തമയസ്ഥാനം. മഗ്രിബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഈ രണ്ട് വാക്കും നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡിൽ കൊണ്ടുവന്നാൽ സംഭവം ക്ലിയർ ആവും. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സംഭവം നമ്മൾ മൈൻഡിൽ ഇമാജിൻ ചെയ്യണം. മൈൻഡിൽ എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്യണം. വാക്കോകം എന്ന് പറയും. വിഷ്വൽ, ഓഡിറ്ററി, കനസ്തെറ്റിക്, ഗസ്റ്റേറ്ററി, ഓൾഫാക്ടറി എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ നമ്മൾ മനസ്സിൽ കാണാം, ഫാന്റസിയിൽ കാണാം, നമ്മുടെ സങ്കല്പത്തിൽ അതിനെ കാണാം. സ്മെല്ല് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ സ്മെല്ല് നമുക്ക് കൊണ്ടുവരണം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പൂവിന്റെ സ്മെല്ല് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ സ്മെല്ല് നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഓരോന്നിനും ടേസ്റ്റ് ഉള്ള സാധനമാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് നമ്മളെ മനസ്സിൽ കൊണ്ടുവരണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ടേസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും നമ്മൾ അതിനെന്ത് ചെയ്യണം? അതിൻ്റെതായ രീതിയിൽ ഡയറക്റ്റ് എടുക്കാൻ പറ്റൂലെങ്കിൽ മറ്റെങ്ങനെ റിവേഴ്സിൽ വന്നിട്ട് എടുത്തോളാം. ആരതിങ്ങനെ സംസാരിക്കണോ? മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ ആളാണ്. എല്ലാവർക്കും അവധം പറ്റും. അപ്പോ എന്താണ് മഷിരിക്ക്? അപ്പൊ ഒന്ന് എന്ത് ചെയ്യാം? മഷിരിക്ക് ആ വാക്കുള്ള ഒരു വാക്ക് നമ്മൾ നേരത്തെ അറിയുമോ എന്ന് നോക്കാം. അപ്പൊ ഇഷ്റാഖ് എപ്പോഴാ? ഉദിക്കും. അപ്പൊ എന്താണ്? ഉദയസ്ഥാനം. മഷിരിക്ക് ഉദയസ്ഥാനം. മഗ്രിബ് എപ്പോഴാണ് നമസ്കരിക്കുന്നത്? അസ്തമിക്കുമ്പോഴാണ്. അപ്പം അസ്തമയസ്ഥാനം. മഗ്രിബ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. മഷിരിക്ക് എന്ന് പറഞ്ഞാലും മഗ്രിബ് എന്ന് പറഞ്ഞാലും രണ്ടർത്ഥം. ഒന്നെന്താ? ഉദിക്കുന്ന സമയം, രണ്ട് ഉദിക്കുന്ന സ്ഥാനം. അപ്പോ സമയത്തെയും സ്ഥാനത്തെയും സൂചിപ്പിക്കുന്നതിന് ഒരു പദം ഉപയോഗിക്കും. അങ്ങനെയാണ് മഗ്രിബ്. മഗ്രിബ് നമസ്കാരം എന്ന് പറഞ്ഞാൽ മഗ്രിബിന്റെ സമയത്തുള്ള നമസ്കാരം. മഗ്രിബിന്റെ സ്ഥാനത്തിനും എന്താ പറയാ? മഗ്രിബ് എന്ന് തന്നെ പറയാ, മഗ്രിബ്. അപ്പൊ അങ്ങനെ ഇവിടെ ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനവും അസ്തമയ സ്ഥാനവും അല്ലാഹുള്ളതാണ്. ഓക്കെ, 10 മിനിറ്റ് നമുക്ക് വേസ്റ്റ് ആക്കണോ? അടുത്ത പാഠത്തിലേക്ക് പോകണം. അടുത്ത സിമ്പിൾ ആയിട്ടുള്ളൊരു പാഠമാണ്. അടുത്തത് 7ാമത്തെ പാഠം സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ്. നമുക്ക് 10 മിനിറ്റ് പഠിക്കാം. നമ്മൾ നേരത്തെ ജാലിക്കാന്ന് പറഞ്ഞു. ഹാദാക്ക് പകരം ഹാദിഹി ഉപയോഗിച്ചതുപോലെ തന്നെ ജാലിക്കയ്ക്ക് പകരം തിൽക്ക ഉപയോഗിക്കണം. ജാലിക്കയ്ക്ക് പകരം തിൽക്ക ഉപയോഗിക്കണം. അതാണ് ഈ പാഠം. എന്ത് ചെയ്യണം? അതോടൊപ്പം കുറച്ച് അഡീഷണൽ വൊക്കാബുലറി നമ്മൾ പഠിക്കും. ഈ പാഠത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, 7ാമത്തെ പാഠം എന്ന് പറയുന്നത് ജാലിക്കയ്ക്ക് പകരം തിൽക്ക ഉപയോഗിക്കും സ്ത്രീലിംഗമാണെങ്കിൽ. ഇതാണ്. ഇതിന് 3-4 പുതിയ പദങ്ങളും ആണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഏതുവരെ നമ്മൾ പഠിക്കുമോ അത് നമ്മൾ ഇവിടെ ചെയ്യും. ബാക്കി നമുക്ക് എക്സസൈസുകൾ ചെയ്യാം, വാട്സപ്പിലായിരിക്കും ലഭിക്കുക. അപ്പോ അദ്ദർസുസാബിയ. അപ്പൊ ആർക്ക് പറയാം? അദ്ദർസുൽ അവ്വൽ മുതൽ ആരുമില്ല? الدرس الأول، الدرس الثاني، الدرس الثالث، الرابع، الدرس الخامس، الدرس السادس، الدرس السابع. اوكي. من هذه؟ هذه آمنة. പറയേണ്ട കാര്യമില്ല. ഇതാരാണ്? ഇത് ആമിനയാണ്. വമൻ തിൽക.
അവൻ ധാരിക്കാൻ അതാരാണ് അപ്പൊ അതാരാണ് കൂടെയുള്ളത് ഒരു ഫീമെയിൽ ആണ്. അപ്പൊ അതാരാണെന്ന് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒമൻ തിൽക്ക. തിൽക്ക ഖുർആനിൽ വായിച്ചുള്ളൂ നിങ്ങൾ? തിൽക്ക Yes. എവിടെ? തിൽക്ക റസുലു. അടുത്തത് ഒമൻ തിൽക്ക. തിൽക്ക ഫാത്തിമത്തു. ഫാത്തിമത്തിന് എന്താ രണ്ടും നമ്മൾ കൊടുക്കാഞ്ഞത്? ആമിനത്തിനും ഫാത്തിമത്തിനും സ്ത്രീ നാമായിരുന്നു. പെൺകുട്ടികളുടെ നാമമുണ്ട്, ഒരു നാമയുണ്ട്. വഹാദിഹി തബീബത്തുൻ വതിൽക മുമർരിദത്തുൻ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ഇമാജിൻ ചെയ്യേണ്ടത്? തബീബത്തിന്റെ കൂടെയുള്ള ആരാ? നഴ്സാണ് ഉണ്ടാവുക, നഴ്സ്. അപ്പൊ നമുക്ക് മുമർരിദത്തിന് ഉടനെ തന്നെ ഇമാജിൻ ചെയ്യണം. എങ്ങനെ ഇമാജിനേഷനിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ സ്മെല്ലാണോ, അതിന്റെ രൂപമാണോ, അതിന്റെ ഭാവമാണോ, അതിന്റെ എഴുത്താണോ, അതിന്റെ സഹകരിക്കുന്ന ആളാണോ, ഏത് രീതിയിൽ നമ്മൾ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും, ആ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. വെറുതെ ഇങ്ങനെ പറഞ്ഞു പഠിച്ചിട്ട് കാര്യമില്ല. മുമർരിദത്തുൻ തബീബത്തിന്റെ കൂടെയുള്ള ആളാരാ? ഹാദിഹി തബീബത്തുൻ വതിൽക മുമർരിദത്തുൻ. അടുത്തത് ഹാദിഹി മിനൽ ഹിന്ദി വതിൽക മിനൽ യാബാനി. അപ്പൊ രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് കൊണ്ട് രണ്ട് സ്ഥലത്തും ഹാദിഹി ഉപയോഗിക്കണം. ഹാദിഹി മിനൽ ഹിന്ദി, ഇവൾ ഇന്ത്യക്കാരി, ഇന്ത്യയിൽ നിന്നുള്ള ആളാണ്. വതിൽക അവൾ മിനൽ യാബാനി. ശരിക്ക് ഹാദിഹി ഇതെന്നും തിൽക്കയ്ക്ക് അതെന്നാണ് പറയേണ്ടത്. ഞാൻ ഇവളെന്നും അവളെന്നും പറയാൻ കാരണം അത് പെണ്ണുങ്ങളായതുകൊണ്ടാണ് തിൽക്കയും ഹാദിഹി ഉപയോഗിച്ചത്. അടുത്തത് തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. മറവിനെ ശുശ്രൂഷിക്കുന്ന ആളാണ് മുമർരിദത്ത്. മരീദിനെ ശുശ്രൂഷിക്കുന്ന ആളാണ് മുമർരിദത്ത്. അല്ലാതെ പനി നോക്കുന്ന ആളല്ല. നമ്മൾ ഡോക്ടറിന്റെ തരുമ്പോ പനി നോക്കുന്ന ആളാണ് മുമർരിദത്ത്. അതല്ല ശരിക്കും നഴ്സ്. നഴ്സിന്റെ ജോലി എന്താ? രോഗിയെ പരിചരിക്കുന്നതാണ്. നഴ്സിനെ വണ്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്താ ചെയ്യുന്നത്? കണ്ടിട്ട് രോഗിയെ പോലെ ഇരിക്കണ്ടേ? കണ്ടിട്ട് രോഗിയെ പോലെ മുടി വളർത്തിരിക്കണല്ലോ. അതല്ല, പരിശോധിക്കണ്ടല്ലോ ഡോക്ടർ. അത് മെഡിസിനൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത്. ട്രെയിൽ മെഡിസിൻ ആണുള്ളത്. അവിടെ അങ്ങനെയാണ്. ഓക്കെ. ഹാദിഹി തവീലത്തുൻ. ഡോക്ടർ തബീബ് എന്താണ്? തബീബത്ത് തവീലത്തിനാണ്. പൊക്കമുള്ള ആളെന്നാണ്. അത് നീളമെന്നും പൊക്കം ഉപയോഗിക്കാം. തവീലിന് പൊക്കം ഉപയോഗിക്കാം, നീളം ഉപയോഗിക്കാം. ആളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് പൊക്കമുള്ള ആളാണ്. വതിൽക ഖസീറത്തുൻ. ദാർഫാണ്. ദാർഫ് ഖസീറത്തുൻ കുറിയവളാണ്. നേരത്തെ തവീലും ഖസീറും നമ്മൾ പഠിച്ചില്ലേ? തവീലും ഖസീറും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ തവീലത്തും ചോദിച്ചാൽ ഖസീറത്തിന് എഴുതണം ഓപ്പോസിറ്റ്. അത് മൻ ഹാദാ ഹാമിദുൻ വമൻ ജാലിക. ജാലിക അലിയുൻ. അത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ജാലിക അലിയുൻ. അപ്പോ നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞ തിൽക്ക ഉപയോഗിക്കാൻ കാരണം സ്ത്രീകൾക്ക് തിൽക്ക ഉപയോഗിക്കും. അഥവാ ഫെമിനിൻ ആണെങ്കിൽ തിൽക്ക ഉപയോഗിക്കണം. ആണുങ്ങളാണെങ്കിൽ ജാലിക ആയിരിക്കും വരിക. ജാലിക അലിയുൻ. അതിൽക്ക ദജാജത്തുൻ. ഇത് ദജാജത്താണോ? അതിൽക്ക ദജാജത്തുൻ. അപ്പൊ ഇവിടെ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തിൽക്ക ഉപയോഗിക്കുന്നത്. തിൽക്ക അത് ആണോ? ദജാജത്തുൻ അത് ദജാജത്താണോ? പിടക്കോഴിയാണോന്ന് ചോദിച്ചത്. അത് പിടക്കോഴിയാണോന്ന് ചോദിച്ചത്. അതിൽക്ക ദജാജത്തുൻ അതൊരു പിടക്കോഴിയാണോ? അത് ബത്താണ്. ബത്ത്. ബത്തറിഞ്ഞൂടെ? ബത്ത് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കല്ലേ? ബത്ത്. ബത്ത് വടക്കൻ കേരളത്തിലുണ്ട്. ഉണ്ടോ വടക്കോട്ട്? ബത്ത് ഉപയോഗിക്കുന്നുണ്ടോ? അത് ഇവിടെ നിന്ന് വന്നതാണ് ഈ ബത്ത്. താറാവാണോ ബാത്തിയാണത്? താറാവിനല്ലേ ബത്ത്? താറാവിനാണ് ബത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പടം എന്താണെന്നുള്ള നമുക്കറിയില്ല.
താറാവിനാണ് ബത്ത് എന്ന് പറയാൻ ആ തോന്നുന്നുണ്ട്. താറാവാണ് ബത്ത്. വാത്തത്താറാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബത്ത് താറാവോ? ബത്താന്ന് എനിക്ക് എന്താന്നറിയില്ല. വാത്തത്താറാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബത്ത് ബത്താണോ താറാവ് എന്ന് വാത്തയാണോ? പറഞ്ഞ ടോർച്ച് ലൈറ്റ് എടുക്കാൻ പറഞ്ഞതുപോലെ അല്ല, ഈ താറാവും ബാത്തയും വ്യത്യാസമുണ്ട് മലയാളത്തില്. ബത്തത്തുൻ. അല്ല അവിടെ ബാത്ത് അരയന്നൊന്നും പറയാറുണ്ടല്ലോ. അരയന്നം വേറെ. ആരാണ് വേറെ? നമ്മളെ അരയന്നം ബുക്കിൽ വേറെ. അരയന്നം കിടക്കണം. അത് നാളെ നമ്മളെ ദമയന്തി കഥയിൽ അരയന്നം ഉണ്ട്. നമ്മളെ ബുക്കിലെ അരയന്നത്തിന്റെ ഫോട്ടോ. എന്തായാലും ബത്തത്താണ്. അത് അരയന്നം പോലെ ഇരിക്കും ചിലപ്പോ. അടുത്തത് മാ തിൽക്ക. തിൽക്ക ബൈളത്തുൻ. അതെന്താണ്? അതെന്തായിരുന്നു? അത് മുട്ട. 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 ബൈല ബൈല ബൈളത്തുൻ. ബൈളത്തുൻ മുട്ട. ബൈലത്ത്. ബൈളത്തുൻ. തിൽക്ക ബൈളത്തുൻ. ഹദിഹി സയ്യാറത്തുൽ മുദർരിസി. ഹദിഹി സയ്യാറത്തുൽ മുദർരിസി. നേരത്തെ പറഞ്ഞു, ആറാമത്തെ പറഞ്ഞു. വത്തിൽക്ക സയ്യാറത്തുൽ മുദീരി. അത് മുദീറിന്റെ സയ്യാറയാണ്, ഹെഡ് മാസ്റ്ററിന്റെ കാറാണ്. അസാഅത്തു അബ്ബാസിൻ ഹാദിഹി. അസാഅത്തു അബ്ബാസിൻ ഹാദിഹി. ഇത് അബ്ബാസിന്റെ വാച്ചാണോ? ലാ ഹാദിഹി സഅഅത്തു ഹാമിദിൻ. ഇത് ഹാമിദിന്റെ വാച്ചാണ്. തിൽക്ക സഅഅത്തു അബ്ബാസിൻ. ഇത് ഹാമിദിന്റെ വാച്ചാണ്. തിൽക്ക സഅഅത്തു അബ്ബാസിൻ. അതാണ് അബ്ബാസിന്റെ വാച്ച്. തിൽക്ക സഅഅത്തു അബ്ബാസിൻ. ദാലിക ദീകുൻ. അതൊരു പൂവൻകോഴിയാണ്. വതിൽക ദജാജത്തുൻ. അത് ദജാജത്താണ്, പിടക്കോഴിയാണ്. പിടക്കോഴിയാണ്. തമാരീൻ. ഇക്ര വക്ത്. ഇക്ര വക്ത് അവിടെ നിൽക്കട്ടെ. ഈ അഷിർ ഇലൽ കലിമാത്തിൽ ആദ്യത്തി ബിസ്മി ഇഷാറത്തിൻ ലിൽ ബഈരി ദാലിക തിൽക്ക. ഇവിടെ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒന്നുകിൽ ദാലിക ഉപയോഗിക്കണം, അല്ലെങ്കിൽ തിൽക്ക ഉപയോഗിക്കണം. ഒരാൾ വായിക്കും. തിൽക്ക ഉമ്മുൻ. ഇസ്നൈൻ. അടുത്തയാള് ദാലിക അബുൻ. സലാസ. അടുത്തയാള് ദാലിക കലമുൻ. അർബ. അടുത്തയാള് ഖംസ. അടുത്തയാള് തിൽക്ക ഐനുൻ. ആറ്. അടുത്തയാള് ദാലിക ഹജറുൻ. സബ. അടുത്തയാള് അടുത്തയാള് തിൽക്ക കിദറുൻ. ദാലിക കിദറുൻ അല്ല, തിൽക്ക കിദറുൻ. ബഷീർ സാർ. ബഷീർ സാർ. സമാനി എന്താ വായിച്ചത്? കാണാനില്ല ശരിക്കൂടെ. സമാനിയെ കാണാനില്ലേ? വിളിച്ച പ്രശ്നമുണ്ട് എനിക്ക്. പെട്ടെന്നാണ്ട് ഓടും. ഖിദറിന്റെ കൂടെ എന്ത് ചേർക്കണം? ദാലിക എന്ന് അങ്ങനെ പറഞ്ഞു. ഖിദറുൻ മുമ്പ് പറഞ്ഞിട്ടില്ല. അപ്പൊ തിൽക്ക. ഓക്കെ. അത് വേണ്ട. തിൽക്കക്ക് ഇതിറത്തൊന്നും വേണ്ട. അപ്പൊ എന്തുകൊണ്ട് ആയിനത്തിനൊന്നും പറഞ്ഞില്ല? അല്ല, അത് ഇരട്ടയുള്ള സാധനം. അതെന്തുകൊണ്ട് ഉമ്മത്തിനൊന്നും പറഞ്ഞില്ല? അതൊക്കെ സ്ത്രീലിംഗത്തിലെ വരും. അതൊക്കെ സ്ത്രീലിംഗമാണ്. മുഹന്നസ് ആണ്, ബൈ മീനിങ് ആണ്. ഐനൻ ബൈ യൂസ് ആണ്. ഖിദറുൻ ബൈ യൂസ് ആണ്. ഓക്കെ. തിസ. അടുത്തയാള് തിൽക്ക നാഫിദത്തുൻ. അഷറ. ഇഹ്ദാശർ. മക്തബൻ. ഇസ്നാശർ. നാക്കത്ത് എന്താ അർത്ഥം? നാക്കത്തിന് ഒട്ടകം.
ذلك مهندس ثلاثة ذلك 13 مهندس ذلك مهندس 14 مؤذن ذلك مؤذن ذلك مؤذن مؤذن 15 تلك تلك ممرضة ممرضة تلك ممرضة 16 ذلك سرير ذلك ذلك سرير. سرير 17 تلك 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 حديقة حديقة 18 تلك طالبة تلك طالبة طالبة 19 ذلك جمل ذلك جمل 20 تلك بطة تلك بطة تلك بطة ഓക്കെ ഇതും കൂടെ വായിച്ചാൽ പാടുന്നു നാക്കത്ത് എന്ന് പറഞ്ഞ പെണ്ണൊട്ടകാണോ? നാക്കത്ത് പെണ്ണൊട്ടകം ഒട്ടകം നാക്കത്ത് പെണ്ണൊട്ടകം ബത്താണ് താറാവ് അപ്പൊ ജമലോ? ജമല് ഒട്ടകം ആണ് അപ്പൊ ഇബിനുൻ ഇബിനുൽ sorry. ജനറൽ കിതുറിന് എന്തായിരുന്നു ഖിദറുൻ കലം അത് ശ്രീലങ്ക അല്ലേ? അടുക്കളയിൽ പെണ്ണുങ്ങൾ കലം. ഉപയോഗിക്കുന്നുണ്ട് കലം സ്ത്രീലിംഗായി. ഞാൻ നേരത്തെ പറയായിരുന്നതാണ് നീ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും തോന്നണ്ടെന്ന് വിചാരിച്ചു. ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്ന പുരുഷന്മാരാണ് സാഹിബ്. അല്ല നിങ്ങൾ നോർമൽ വിചാരിച്ചിരിക്കുന്ന കേസിൽ സ്ത്രീകളാണ് ഒരുപാട് കുക്ക് ചെയ്യുന്നത്. അത് വിദേശത്ത് പോലെ പോയ പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ കൊണ്ട് പറ്റില്ല. ഒരാൾ രണ്ടുപേർക്കൊക്കെ ആണെങ്കിൽ കുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരാൾ വായിക്കൂ. അതിഹി هذه مدرسة وتلك جامعة മദ്രസത്തു അല്ല മദ്രസത്തുൻ മദ്രസത്തുൻ مدرسة ജാമിയത്തുൻ ജാമിഅത്തുൻ ذلك مسجد ذلك مسجد അതാലിക്കല്ല രണ്ടാമത്തെ ഇടസില്ല. ذلك ഹിമാറും وتلك تلك بقرة بقرة ബക്കറത്തുൻ സലാസ ذلك مسجد تلك മദ്രസത്തുൻ. ഇവിടെയാണ് വിഷയം. تلك مدرسة അപ്പൊ കണ്ട ആളുടെ ചോദിക്കുന്ന ആളുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് ചോദ്യം വരുന്നത്. അപ്പൊ ഒരു ബിൽഡിംഗ് കണ്ടു. ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ എന്താ അയാൾ ചോദിച്ചത്? ജാലിക്ക മസ്ജിദ്. അപ്പൊ ചോദിച്ചാൽ മസ്ജിദ് എന്നാണ് ഉപയോഗിച്ചത്. അപ്പൊ എന്താണ് ജാലിക്ക എന്ന വാക്കാണ് ഉപയോഗിക്കുക. ചോദിച്ചയാൾ മസ്ജിദ് എന്നാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ജാലിക്കയാണ് എന്റെ കൂടെ വരുന്നത്. ആ ജാലിക്ക മസ്ജിദ്. അപ്പൊ കറക്റ്റ് എന്താണ്? അതൊരു സ്കൂളാണ്. അപ്പോ സ്കൂളിൽ ഉപയോഗിക്കുക മദ്രസത്തിനാണ്. അപ്പൊ എന്ത് പറയണം? ലാ തിൽക മദ്രസ. لا تلك ഓക്കെ, അടുത്തത് അറബ. هذا جمل وتلك ناقة وتلك വതിൽക നാഖത്ത്. هذه مدرسة هذه مدرسة وتلك طالبة മദ്രസത്തിനല്ല ഹാദിഹി مدرس വതിൽക അത് രണ്ടുകൊണ്ട് കൊടുത്തേക്കും അതിനാണ് റായിന്റെ മുകളിൽ ഷെദ്ദിട്ടിരിക്കുന്നത്. കേട്ടാ, മദ്രസത്താകാതിരിക്കാൻ വേണ്ടിയാണ് ഷെദ്ദിട്ടിരിക്കുന്നത്. മീമിന് ലമ്മ് ഇട്ടിട്ടുണ്ട്. ഹാദിഹി മുദരിസത്തുൻ വതിൽക طالبة ستة رقم 6 هذا كلب ذلك وذلك قط 7 هذا هذا بيت بيت المؤذن وتلك حديقة التاجر تلك مؤذن وتلك حديقة تلك التاجر. حديقة التاجر അപ്പൊ ഇവിടെ ഒരു ലമ്മുണ്ടോ രണ്ട് ലമ്മുണ്ടോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആദിഹി മദ്രസത്തുൻ. അപ്പൊ എന്താണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്? തൻവീൻ ഉണ്ട് എന്നതാണ് അടിസ്ഥാനപരമായുമുള്ള നിയമം. തൻവീൻ ഇല്ലാതെ വരുന്നത് എപ്പോഴാണെന്ന് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു. ഒന്ന്, പെണ്ണുങ്ങളുടെ പേരാണെങ്കിൽ അവിടെ തൻവീൻ ഉണ്ടാവില്ല. രണ്ട്, ഒന്നിനെ രണ്ടാമത്തേലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ ഒന്നാമത്തേന് തൻവീൻ പോകും. അപ്പൊ എന്തായി? ഹദിയക്കത്തു താജിരി. ഹദിയക്കത്തു താജിരി. ഹദിയക്കത്തിന് ഒരു ലമ്മേ ഉള്ളൂ. രണ്ടാമത്തിന് കെസർ വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞ ലമ്മ ഉണ്ടായിരിക്കും. രണ്ട് ലമ്മാണ് അടിസ്ഥാനപരമായി ഉണ്ട്. മദ്രസത്തുൻ. അപ്പൊ എന്താണ്? ഹാദിഹി മദ്രസത്തുൻ. രണ്ടാമത് പറഞ്ഞപ്പോ അവസാനത്ത് സബ ഹാദാ ബൈത്തുൽ മുഅദ്ദിനി. ബൈത്തിന് ലമ്മ് തൻവീനില്ല. കാരണം എന്താണ്? ബൈത്തിനെ മുഅദ്ദിനിലേക്ക് ഇളാഫത്ത് ചെയ്തു. ഇത് നിങ്ങൾ ഇങ്ങനെ ധാരാളം വായിച്ചു പഠിക്കണം. ഇപ്പൊ നമ്മൾ പാഠമില്ല. ഈ പാഠം നമ്മൾ ആവർത്തിച്ച് വായിച്ചു പഠിക്കണം. അപ്പൊ നിങ്ങൾക്കിത് ശരിക്കും. ഓക്കെ, ഹദീഖത്ത് എന്ന് പറഞ്ഞെന്താ?
ഹദീഖത്ത് തോട്ടം. is actually garden. ഹദീഖത്ത് തോട്ടം എന്നതിന്റെ ബഹുവചനമാണ് ഹദായിഖ. ഖുർആനിലുണ്ട്. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ഈ ഹദീഖ എന്ന് പറഞ്ഞാൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആൾ. പറയൂലേ, മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആളെന്നാണ് അർത്ഥം. ഖുർആനിൽ കണ്ടിട്ടുണ്ടോ മുഅദ്ദിനെ? ബാങ്ക് വിളിക്കുന്നു. അദ്ദന മുഅദ്ദിനുൻ. فأذن مؤذن بينهم اللعنة الله فأذن مؤذن يا أيتها العير. അപ്പൊ ഇമാമും മുഅദ്ദിനും ഒക്കെ ഖുർആനിലുണ്ട്. സൂറത്ത് യൂസുഫിൽ പറയുന്നില്ല അദ്ദന മുഅദ്ദിൻ എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ. ഫഅദ്ദന മുഅദ്ദിനും അയ്യത്തുഹൽ അയ്ർ. അതെ അതെ. നാഫിദത്ത് വിൻഡോ. പിന്നെ വേറെ എന്താ? എല്ലാം ഉറപ്പായോ? അപ്പൊ പാഠത്തിന്റെ കൺസെപ്റ്റ് ആണ് പ്രധാനം. ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് പഠിക്കുക. പുതിയ പദങ്ങൾ ഉറപ്പായും പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാ ബിഇذനില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.